നിർഭാഗ്യകരം എന്ന് പറയണം. ഒരു കണക്കുണ്ടാക്കി അവിടെ കൂടി അവതരിപ്പിക്കുക. ഈ കണക്ക് ഞങ്ങളുടെ പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ വാദം, ആ വാദമാണ് വീണ്ടും ധനകാര്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നടപ്പാവില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രപ്പോസലുമായിട്ട് പോയിട്ട് അത് നടപ്പിലാകാതെ വന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ തയ്യാറാക്കിയ പ്രസ്താവന ഇന്നങ്ങ് വായിച്ചു. കേരളം ഒരു 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കേരളത്തിന്റെ നിലവിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് അത് പരിഗണിച്ചിട്ടില്ല. കേരളം ഒരു പദം പോലും ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ധനമന്ത്രിയുടെ ഒരു ആരോപണം. ഒന്നാമത്തെ കാര്യം, ധനകാര്യമന്ത്രി ഈ 24,000 കോടിയുടെ കണക്കുണ്ടല്ലോ, 24,000 കോടിയുടെ കണക്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേക പദ്ധതിയായിട്ട് ആകെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വിഴിഞ്ഞ പദ്ധതിയാണ്. പിന്നെ ജനങ്ങൾ മുഴുവൻ എതിർത്ത് ജനങ്ങൾ നിരാകരിച്ചിട്ടുള്ള സിൽവർ ലൈൻ പദ്ധതിയാണ് പിന്നെ ഒന്നുള്ളത്. അതല്ലാതെ ഏത് വിഷയത്തിൽ മുൻഗണന, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള 24,000-ന്റേത് എന്ന് പറയുന്ന പാക്കേജ്, ആ പാക്കേജിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ, ആ നഗരങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശമാണ്. തിരുവനന്തപുരത്തെ ഞെളിയമ്പറമ്പ് നമ്മുടെ വിളപ്പിൽശാലയ്ക്ക് പകരമുള്ള സംവിധാനം ഒന്നുമില്ലാത്ത അവസ്ഥ, എറണാകുളത്തെ ബ്രഹ്മപുരം, കോഴിക്കോട്ടെ ഞെളിയമ്പറമ്പ്, ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പദ്ധതികളാണ്. അതിനു പകരം ഞങ്ങൾക്ക് ഇന്നത് നടപ്പിലാക്കണം. ഇതുപോലെയുള്ള പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ, ധനകാര്യ വകുപ്പിനെ ബജറ്റിന് മുൻപ് സമീപിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ, നിർഭാഗ്യകരം എന്ന് പറയണം, ഒരു കണക്കുണ്ടാക്കി അവിടെ കൂടി അവതരിപ്പിക്കുക. ഈ കണക്ക് ഞങ്ങളുടെ പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ വാദം, ആ വാദമാണ് വീണ്ടും ധനകാര്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നടപ്പാവില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രപ്പോസലുമായിട്ട് പോയിട്ട് അത് നടപ്പിലാകാതെ വന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ തയ്യാറാക്കിയ പ്രസ്താവന ഇന്നങ്ങ് വായിച്ചു. കാരണം ഇത് നടക്കില്ല എന്ന് വലവുപോലെ തന്നെ അറിയാം. കാരണം ഈ കൊടുത്ത കാര്യത്തിൽ ഒരു തരത്തിലുള്ള മുൻഗണനയും സൂചിപ്പിക്കാതെ ഇന്ന പദ്ധതികളാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ പദ്ധതികളാണ് ഈ തരത്തിൽ സാമ്പത്തിക സഹായം വേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആന്ധ്രയുടെ കാര്യം, ആന്ധ്ര അമരാവതിയിൽ തലസ്ഥാന നഗരി പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതിയാണ് അവർ ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സഹായമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയുള്ള പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതൊന്ന് പറയണം. എന്റെ അറിവിൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ അറിയുന്ന സംസ്ഥാന സർക്കാരിനകത്ത് തന്നെയുള്ള ചില ആളുകളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനൗപചാരികമായിട്ട് കിട്ടിയ വിവരമാണ്, ഔദ്യോഗികമായിട്ടുള്ള വിവരമല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടില്ല.